രചന പ്രശസ്ത നാടകാചാര്യനായ ശ്രീ NN പിള്ള. സംവിധാനം ഹരിപ്രസാദ്. രംഗത്ത് ഹരിപ്രസാദ്, രഘുനന്ദൻ, വാണി കൃഷ്ണ, സുരേഷ്. അവതരണ സഹായികൾ ശശീന്ദ്രൻ UP, ശശി കോളങ്കൽ, ഗോപകുമാർ. മേക്കപ്പ് വേണു P. നായർ. പ്രേക്ഷകരെ, ഈ കഥ നടക്കുന്നത് തലകാലങ്ങൾ മാഞ്ഞുപോയ നരകത്തിലാണ്. ആദ്യന്തവിഹീനമായ അനന്തതയ്ക്കപ്പുറം പ്രകാശവേഗതയിൽ പാഞ്ഞുകൊണ്ടിരിക്കുന്ന അപാരതയിൽ കുടികൊള്ളുന്ന നരകത്തിൽ. അതുകൊണ്ട് തന്നെ ഇതിലെ കഥാപാത്രങ്ങൾ ജീവിച്ചിരിക്കുന്ന മനുഷ്യരല്ല, മറിച്ച് മരിച്ചുപോയ ആത്മാക്കളാണ്. ഈ കഥയുടെ ആരംഭത്തിനും അവസാനത്തിനുമിടയ്ക്ക് യുഗകോടികൾ കഴിഞ്ഞുപോയി നമ്മുടെ കണക്കിലായി. താത്വികമായ ചിന്തകൾ നിറഞ്ഞ ഈ നാടകത്തിലെ സംഭാഷണങ്ങൾ ശ്രദ്ധയോടെ ശ്രമിക്കേണ്ടതാണ്. നിങ്ങളുടെ അനുഗ്രഹാശിസുകളോടെ നിങ്ങൾ ആരംഭിക്കേണ്ടേ. അതിനുമപ്പുറം എനിക്ക് ആ മനുഷ്യനെ ഒന്ന് വിളിക്കണമല്ലോ. ഏത് മനുഷ്യനെ? എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയ ആ മനുഷ്യനെ വിളിക്കണ്ട. വിളിക്കണ്ടേ? ഞാനാണ് നിശ്ചയിക്കുന്നത്. എന്നാൽ വിളിച്ചോളൂ. ഇതെന്ത് മര്യാദ? ഇവിടെ മര്യാദയില്ല, അതൊന്നുമില്ല. എനിക്ക് ആ മനുഷ്യനെ വിളിക്കണമല്ലോ. അയാളെ വിളിച്ചാൽ വരില്ല. വിളിച്ചാൽ വരില്ലേ? പിന്നെ അയാൾക്ക് തോന്നുന്നോളൂ. ഓഹോ, ഞാൻ ആരാണെന്ന് അയാൾക്ക് ശരിക്കും മനസ്സിലായി കാണില്ല. എന്താ ചിരിക്കുന്നത്? ഞാൻ ആ മനസ്സിലാകാനെ പറ്റി ഒന്ന് ഓർത്തിരിച്ചതാണ്. അതെ, നിങ്ങൾക്ക് എന്നെ മനസ്സിലായി? എന്ത് തോന്നുന്നു? മനസ്സിലായിട്ടില്ല. മനസ്സിലായിരുന്നെങ്കിൽ നിങ്ങളിവിടെ ഇങ്ങനെ ഇരിക്കില്ലായിരുന്നു. പിന്നെ ഞെട്ടി വരച്ച് എന്റെ പാദത്തിൽ വീണ് നമസ്കരിക്കുമായി. വാസ്തവമോ? എന്നാൽ ഞാൻ നമസ്കരിക്കാം. പക്ഷേ ഞെട്ടൽ പറയും വരുന്നില്ലല്ലോ സർ. അതാണ് പറഞ്ഞത്, വരുന്നില്ലല്ലോ. അതാണ് പറഞ്ഞത്, നിങ്ങൾക്ക് എന്നെ മനസ്സിലായിരുന്നു. ഞാനാണ് ജനറലിസം ഫീൽഡ് മാർഷൽ. എന്ത് തോന്നുന്നു? വിശേഷിച്ചൊന്നും തോന്നുന്നില്ല. തോന്നുന്നില്ലേ? 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 നോക്ക്, എഴുന്നേറ്റ് തല ഉയർത്തി നോക്ക്. ആ കാണുന്നത് എന്താണെന്ന് മനസ്സിലായോ? മനസ്സിലായി. ലോകം. അതെ, അനന്തവിസ്തൃതമായ ലോകം. അനന്തം വേണ്ട, വിസ്തൃതം മതി. അനന്തലയാ. നോക്ക്, നേരെ നോക്ക്. ലണ്ടൻ, പാരീസ്, റോം, ബ്രസൽസ്, ടോക്കിയോ, ന്യൂയോർക്ക്, ഡൽഹി. കണ്ടോ? കണ്ടോ? ആദിസ് അബാബ, കൊയ്റോ. എന്താണെന്ന് മനസ്സിലായോ? ലോകരാഷ്ട്രങ്ങളുടെ തലസ്ഥാന നഗരികളാണ്. കണ്ടു. ആ കൊടിമരങ്ങളിലേക്ക് നോക്ക്.
നോക്കി. പകുതി താഴ്ത്തിക്കെട്ടിയ ആ കൊടിക്കൂറകൾ കണ്ടു. കണ്ടു. വിവിധ രാഷ്ട്രങ്ങളുടെ തുറമുഖങ്ങളിൽ ചുരമാന്തി നിൽക്കുന്ന ആ പടക്കപ്പലുകൾ കണ്ടു. കണ്ടു. ആ കൊടിമരങ്ങൾ കണ്ടു. അതിലും കൊടികളെല്ലാം താഴ്ത്തി കെട്ടിയിരിക്കുകയാണ്. മഹാനഗരങ്ങളിലെ മണിമന്ദിരങ്ങളിൽ, ആ പട്ടണവീതികളിൽ, ഗ്രാമങ്ങളിലെ ചെറ്റക്കുടിലുകളിൽ, വാതായനങ്ങൾ തോറും പാറിപ്പറക്കുന്ന ആ കരിക്കൊടികളുണ്ടോ നിങ്ങൾ കണ്ടു. അതെന്താണെന്ന് മനസ്സിലായോ? എന്റെ വിയോഗത്തിൽ വിങ്ങിക്കരയുന്ന ലോക ജനതയുടെ വേദനയുടെ പ്രതീകമാണ്. ഓഹോ, നല്ല ഭംഗിയുള്ള ആചാരം. ഇടിയൻ ആചാരം വിശ്വഹൃദയത്തിന്റെ അന്തസ്ഥാപനം. അങ്ങനെയൊന്നില്ല. ഇടിയൻ നോക്ക് മനുഷ്യ, നോക്ക്. ആ ലക്ഷക്കണക്കിന് നടക്കുന്ന ആ മനുഷ്യ പ്രവാഹം കണ്ടോ? അതെന്താണെന്ന് മനസ്സിലായോ? കണ്ടു. ഒരു നല്ല പ്രകടനം. വിധി ലോകം കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും വലിയൊരു വിലാപയാത്രയാണ്. ആണോ? സംശയമുണ്ടോ? അതിൽ കരയാത്ത ഒരൊറ്റയാളുണ്ടോ? അങ്ങനെയാണ്. അപ്പോൾ ആ നടക്കുന്ന കുട്ടി കരയുകയാണോ അതോ മിഠായി തിന്നുകയാണോ? It is an exception. അതിന് പിന്നാലെ വരുന്ന കുട്ടി. അത് മിഠായി വെച്ചത് ആ സ്ത്രീയുടെ മുഖം നോക്കൂ. വിങ്ങി കുരയുന്നതല്ലേ? കരഞ്ഞു വരുന്നതല്ലേ? അതോ നാണിച്ച് കൊടുത്തതോ? ദാ നോക്കൂ. ആ സ്ത്രീയുടെ ഇടത്തേക്ക് ഒതുക്കത്തിൽ അടുത്ത് നടക്കുന്ന ആ യുവാവിനെ ചൊറിയുന്നത് കണ്ടു. ആരും അറിയാതെ ആ യുവാവ് ആ കൈപിടിച്ച് അമർത്തുന്നത് കണ്ടു. ഇത് അവർക്കൊരു പ്രേമ സംഗീതമാണ്. വിലാപയാത്രയല്ല. നിങ്ങൾ വ്യസനിക്കുന്നില്ല, വെറുതെ പറഞ്ഞതാ. നിങ്ങൾക്കൊരു സാമാന്യ മര്യാദ അറിഞ്ഞു. അറിഞ്ഞുകൂടാ. പക്ഷേ അവിടെ അവർക്കൊക്കെ നന്നായി അറിയാം അതിന്റെ ഒരു വലിയ പ്രകടനമാണ്. ആ ശവമഞ്ചത്തെ അകമ്പടി സേവിക്കുന്ന ആ പരിഷ്കൃത കന്യകകൾ, അവർ വെറും സ്ത്രീകളൊന്നും അതിൽ കന്യകകളില്ല. അവർ വിങ്ങിക്കരയുന്നത് നിങ്ങൾ കാണുന്നില്ല. കണ്ണുനീരൊക്കുന്നത് നിങ്ങൾ കാണുന്നില്ല. കാണുന്നുണ്ട്. ആ കരച്ചിലിന്റെയും കണ്ണീരൊക്കെയും കലാഭംഗി ഞാൻ കാണുന്നുണ്ട്. കണ്ണിലെ മഷി പടരാതെ, മുഖത്തെ പൗഡർ നനയാതെ, കുറുനരിയുടെ വടി ഒലയാതെ എത്ര ലളിത സുന്ദരമാണ് ആ അവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും വിവിധ രാജ്യങ്ങളുടെ നയതന്ത്ര പ്രധാനികൾ തീർച്ചയായും അവരുടെ ഓരോ അംഗക്ഷേപങ്ങളിലും ആ നയവും തന്ത്രവും ഉപചാരവും എല്ലാം തെളിഞ്ഞു കാണുന്നുണ്ട്. അവർ പലതിനെയും പ്രതിനിധാനം ചെയ്യുന്നവരുമാണ്. തീർച്ചയായും ആ ഗംഭീര പുരുഷനെ കണ്ടെത്തുന്നു. എന്റെ അനന്തരഗാമിയാണ്. ആ തലയൊന്നും ഉയർത്തിയിട്ട് എത്ര മണിക്കൂറുകളാണ്, എന്തൊരു കഥനമാണ്. അദ്ദേഹം അടുത്ത് തന്നെ താൻ നടത്താൻ പോകുന്ന ചരമ പ്രസംഗത്തിന്റെ റിഹേഴ്സൽ നടത്തുകയാണ്. പദങ്ങളും ശൈലികളുമെല്ലാം തിരഞ്ഞെടുക്കുകയാണ്. ആ ശവമഞ്ചത്തിലേക്ക് നോക്കൂ. നോക്കി. നിറച്ചു ബഹുമാനങ്ങളാണ്. ഒട്ടുമിക്കതും വാരിത്തുടങ്ങി, പലതും ചവിട്ടിമെതിക്കപ്പെട്ടു. ആ വണ്ടിച്ചട്ടം കയറിയിറങ്ങുന്നത് അതിലൊരു പൂമാലയുടെ മീതേക്കുകയാണ്. ആ ചെമ്പരിയാണ് ചവയ്ക്കുന്നത് അതിലൊരു കൂച്ചണ്ടാണ്. എന്നാൽ സ്നേഹിത, അതിലൊരൊറ്റ പൂമാല പോലും നിങ്ങളുടെ മേൽ അർപ്പിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് സത്യം. നിങ്ങളുടെ പ്രൈവറ്റ് സെക്രട്ടറി $100 പൂമാല വാങ്ങിയപ്പോൾ നിങ്ങളുടെ ഏജൻസിക്ക് $200 പൂമാല വാങ്ങാനുണ്ടായി. നിങ്ങളുടെ സഹോദരി $100 പുഷ്പചക്രം കൊണ്ടുവന്നപ്പോൾ സഹോദരന് 150 വേണമെന്നായി. ബ്രസീലിയൻ ബനീനിയുടെ പുഷ്പചക്രത്തിൽ തോൽപ്പിക്കണമെന്നായിരുന്നു നോർവീജിയൻ ബനീനിയുടെ സ്നേഹിത. ആ പുഷ്പാഞ്ജലി വിദ്യാഭിമാനത്തിന്റെ ഇടമത്സരമാണ്. അതിൽ ആത്മാർത്ഥത ഇല്ലെന്നോ? കഴിയില്ല. ആ ബഹുമാനങ്ങളൊന്നും നിങ്ങളുടെ പുറത്തല്ല അർപ്പിക്കപ്പെട്ടത്, അവരവരുടെ ദുരഭിമാനത്തിന്റെ പുറത്താണ്. അപ്പോൾ എന്റെ ശവസംസ്കാരം ആഘാടപൂർണമായ ഒരു ചടങ്ങായിരുന്നു. നോക്കും. ആ മരണനാടകം ചരിത്രമാക്കാൻ എത്ര കമ്പനികളാണ് കിടന്ന് ശ്രമിക്കുന്നതെന്ന് അറിയാം. അതിനൊരു അവസരം കിട്ടാൻ എത്ര കൈക്കൂലി കൊടുക്കുന്നു.
നിങ്ങളുടെ ശവം പോലിപ്പിച്ചവർക്ക് ആശാക്കുകയാണ്. വാസ്തവമോ? എങ്കിൽ ഞാനത് നിർത്തും. വേണ്ട വേണ്ട, ഇനി അവർ നിങ്ങളെ അംഗീകരിക്കില്ല. ഇപ്പോൾ അവർക്ക് ആവശ്യം നിങ്ങളല്ല, നിങ്ങളുടെ ശവമാണ്. ഞാനൊരു മഹാസാമ്രാജ്യത്തിന്റെ ഏകാധിപതിയായിരുന്നു എന്ന കാര്യം നിങ്ങൾ മറന്നുപോകുന്നു. ഞാനത് ഓർക്കുന്നു. നിങ്ങളെക്കാൾ പമ്പക്കുട്ടികളായ എത്രയോ ഏകാധിപതികൾ ലോകം മറന്നു കഴിഞ്ഞു. അതിൽ ചിലത് ഇന്നും സ്മരണയോടെ ഉയർത്തുന്ന ഓർമ്മകൾ മാത്രമേ. പക്ഷേ ഞാൻ ഈ ശതാബ്ദത്തിലെ ഏറ്റവും വലിയ മഹാനാണ്. ആര് പറഞ്ഞു? ലോകം. ഈ അപവാദം ഇതിനു മുമ്പ് പലരെ പറ്റിയും ലോകം പറഞ്ഞിട്ടുണ്ട്. അപവാദം? തീർച്ചയായും പല മഹാന്മാരും വിസ്തരിക്കപ്പെട്ടു പോയി. പല മഹാന്മാരും പിന്നീട് മഹാപാതകളായി വ്യാഖ്യാനിക്കപ്പെട്ടു പോയി. ചരിത്രത്തിന്റെ രസകരമായ ഒരു പ്രക്രിയയാണ്. അപ്പോൾ മഹാന്മാരായി ആരുമില്ലെന്നാണ് നിങ്ങൾക്ക് കാണണം. നിങ്ങൾ അടുത്തൊരു ചില ഭൂതകാല കാഴ്ചകൾ നിങ്ങളെ ഞാൻ കാണിക്കാം. ആ മരുപ്പരപ്പിൽ നോക്കെത്താത്ത ദൂരത്ത് അണിയണിയായി ആട്ടിരമ്പി വരുന്ന മനുഷ്യപ്രളയം കണ്ടു. അതിന്റെ മുന്നിൽ അന്തരീക്ഷത്തെ കടിച്ചു കുടയുന്ന ആ പടക്കുതിരിയെ കണ്ടു. ആ ജീനിയിൽ ഉയർന്നിരിക്കുന്ന മനുഷ്യൻ ആരാണെന്നറിയാം. അതാണ് മാസിഡോണിയയിലെ അലക്സാണ്ടർ. ഓ, അലക്സാണ്ടർ ദ ഗ്രേറ്റ്. അങ്ങനെ ഒരു വിശേഷം കൂടി ചേർത്തേ നിങ്ങളാണ്. അതിന്റെ പിന്നിൽ നോക്കൂ, ആ മലനിരയിലേക്ക് നോക്കൂ. കരിമേഘം തുണ്ടുതുണ്ടായി ഇറന്നു വീണുപോലെ. അല്ല, ഗരുഡന്മാർ പറന്നിരിക്കുകയാണ്. അഴുകിയ ശവങ്ങളുടെ അന്തരാവയവങ്ങൾ പൊത്തിത്തില്ല. ആ വാഹനം പോയി വഴിയാണ്. അത് കണ്ടു. പല ലക്ഷം പ്രാകൃത ജീവികൾ പരക്കം പായുന്നത്, അഗ്നിജ്വാലകൾ കൊണ്ട് ആകാശം വിളറുന്നത്, അതിന്റെ പിന്നിൽ അലറിയെടുക്കുന്ന ഭീമ സ്വരൂപങ്ങൾ. അതാണ് അറ്റില്ല. മറ്റൊരു മഹാൻ വരുന്ന വഴിയാണ്. അത് നോക്കൂ, വിസ്തൃതമായ ആ ഭൂവിഭാഗം പ്രാചീന മധ്യേഷ്യയിലാണ്. പരവതാനിച്ച ആ പടകുടീരത്തിൽ പടിഞ്ഞിരിക്കുന്ന മനുഷ്യൻ മനസ്സിലായി. അതാണ് ചെങ്കിസ് ഖാൻ. 10 ലക്ഷത്തിൽ പരം ജനങ്ങളെ ഒരു ദിവസം കൊന്ന മഹാനാണ്. മഹാനല്ല, അയാൾ ഒരിക്കലും മഹാനല്ല. അയാളുടെ അനുയായികൾ പറഞ്ഞ മഹാമഹാൻ. അതിനപ്പുറത്ത് നോക്കൂ, പ്രാചീന ഈജിപ്താണ് ആയിരിക്കുന്ന മഹാൻപെട്ട്. അദ്ദേഹത്തിന്റെ ശവകുടീരമാണ് പിന്നീട് ലോകാത്ഭുതങ്ങളിൽ ഒന്നായ വലിയ പിരമിഡ്. അദ്ദേഹം ഒരു മഹാനാണെന്ന് തോന്നുന്നു. അതെ, അദ്ദേഹം പാചകം കഴിക്കുകയാണ്. വളരെ പരിപക്വമായ ആഹാരം. തലേന്ന് രാത്രി തന്റെ പണവറിയും തന്നോർത്ത് കഴിഞ്ഞ കന്യകയുടെ ഹൃദയം ജീവനോട് ചോടുന്നെടുത്ത് പൊരിച്ചതാണ് വിഭവം. അന്ന് അയാൾക്ക് നല്ല സെൻസായിരുന്നു. പ്രതിദിനം ഓരോ കന്യകയുടെ ചരിത്രവും ഹൃദയവും ചൂടുന്ന ചവച്ചടക്കും കഴിക്കുന്നത് അദ്ദേഹത്തിന് ആവശ്യമായി. ആ ചട്ടുകാരനെ അതാണ് ടാഗോറിന്റെ. മനുഷ്യന്റെ തലയോടുകൾ കൊണ്ട് മാത്രം സമർക്കണ്ടിൽ ഒരു വലിയ സ്മാരകം നിലപ്പെടുന്ന മഹാനാണ്. ഞാൻ നിർത്തി. അവസാനമായി അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ അലടിയിൽ എത്തിവരയ്ക്കുന്ന പാർക്കെട്ടിയാണ് അടിവയറും മുഴുവൻ അത്ഭുതം കാർക്കുന്ന അർത്ഥപ്രാണായിരിക്കുന്ന മനുഷ്യൻ മനസ്സിലായോ? അതാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട്. അയ്യോ, എനിക്ക് കാണാം. മതിയായി മതിയായി. അപ്പോൾ മഹാനായി ആരുമില്ലെന്നോ? എന്നില്ല, ഒന്നോ ഒറ്റയോ കണ്ടേക്കാം. അവരെ ഒന്നും ലോകം അറിഞ്ഞിട്ടില്ല. അറിയപ്പെട്ട ഒരൊറ്റ മഹാത്മാവിനെ പോലും ലോകം വെച്ച് വഹിച്ചിട്ടില്ല. അപ്പോൾ ക്രിസ്തുവും ബുദ്ധനും അവർ മഹാന്മാരല്ല, അതിമനുഷ്യരാണ്. നാശങ്ങൾക്ക് അതീതരായ അവധൂതരാണ്. ഒന്നാലും ധരിക്കാത്തവരാണ്. ആളുകളല്ല, ആശയങ്ങളാണ്. എനിക്കും ഇരിക്കണം. ഇന്നോളൂ. നീങ്ങി. ആ സ്ഥലം പോലെ അത് ഞാനാണ് നിശ്ചയിക്കുന്നത്. അല്ല, നമ്മൾ ഒരുമിച്ച്
ഷട്ട് അപ്പ്. എന്റെ അഭിപ്രായത്തെ ആരും ചോദ്യം ചെയ്യാറില്ല. ഇത് തെറ്റല്ലേ? ഞാൻ തെറ്റുകൾക്ക് അതീതനാണ്. നിങ്ങളിപ്പോൾ ആ മിഥ്യാബോധത്തിന്റെ നിഴലിലാണ്. വ്യാമോഹം ആ വാതിലിനപ്പുറത്തെ അരണ്ട വെളിച്ചത്തിൽ കൂടി ഇഴഞ്ഞു വന്ന നിങ്ങളുടെ ജീവിതത്തിന്റെ ശീലമാണത്. അടിമാന്തിയും തള്ളിമാറ്റിയും പിടിച്ചു പറിച്ചും ചവിട്ടി പിടിച്ചുമാണ് നിങ്ങൾ ജീവിക്കുന്നത്. അത് താനും മാറിക്കൊള്ളും. അത് മാറ്റാനാണ് നിങ്ങളെ ഇങ്ങോട്ട് അയച്ചത്. എങ്ങോട്ട്? നരകത്തിലേക്ക്. നരകം! നരകം! സ്ത്രീ! നരകം! 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 നിങ്ങൾ എന്നെ കളിക്കുകയാണ്. ഇതൊരു മുറിയല്ലേ? മുറിയാണ്, ചുമരില്ല. ചുമരി? ശരിയാണ്, ചുമരുന്നില്ല. അപ്പോൾ അതെ ജീവിതം. ആ വാതിൽ അത് വാതിലല്ല, അത് തോന്നലാണ്. ഇത് നരകം. ആ ഇരുമ്പോ അത് ഇരുളാണോ? പിന്നെ മറ്റൊരു പ്രകാശമാകുന്നു. പ്രകാശത്തിന്റെ പാരമ്പര്യത്തിൽ ഒന്നും കാണില്ല. എന്റെ വ്യക്തിത്വം ഞാൻ കണ്ടിട്ടില്ല. നമ്മളൊക്കെ തന്നെ മരണം എന്നെയും കുറച്ചു വിദ്ദേഹത്തെയും അയാളാണ് കൊണ്ടുവന്നത്. എന്നിട്ട് അയാൾ എവിടെ? മറ്റൊരാളെ കൊണ്ടുവരാൻ പോയിരിക്കുക. നിശ്ചയമില്ല. എന്താ? ഇവിടെ ഒരു സ്ഥലമില്ല. ഇവിടെ ആരും കൊണ്ടുവരണ്ട. ഇവിടെ തലക്കുറവ് ഒരിക്കലുമില്ല. സ്ഥലം നശിച്ചത്. നരകം. ബഹളപ്പിക്കാതെ. കാളസർപ്പങ്ങളും ക്ഷുദ്രജീവികളും കുറയുന്ന വൈതരണി എന്ന കുഴി കാണിച്ചു തരാം. കാണിച്ചു തരാം. കാണിച്ചു തരാം. വേശ്യകളെ കെട്ടിപ്പിടിക്കാനുള്ള ചുട്ടുപഴുത്ത ലോഹപ്രതിമയും പറയാം. പറയും മനുഷ്യരെല്ലാം എവിടെയാണെന്ന്. ഇവിടെ തന്നെ. എവിടെ? ഇവിടെ. ഇവിടെ നമ്മളല്ലാതെ ഒന്നുമില്ലല്ലോ. ശരിയാണ്, നമ്മളല്ലാതെ ഒന്നുമില്ല. എന്നാൽ ഇത് നരകമല്ല. അതല്ലാതെ മറ്റൊരു നരകമില്ല. ആര് പറഞ്ഞു? ഈ പറയുന്നവരാരെങ്കിലും ഇവിടെ വന്ന് തിരിച്ചുപോയവരാണോ? അതല്ല. അതാണ് സത്യവും മിഥ്യയും തിരിച്ചറിയാൻ വയ്യാത്ത സ്ഥലമാണ് ലോകം. സത്യം സത്യമായി സ്ഥിതി ചെയ്യുന്നത് നരകം. അപ്പോൾ സ്വർഗം അങ്ങനെയൊന്നില്ല. ഞാൻ മുമ്പ് നടക്കാം. ഞാൻ മുമ്പ് നടക്കാന്ന്. ഞാൻ മുൻപിലേ നടന്നിട്ടുള്ളൂ. ലോകം എന്നെ അനുഗമിക്കുകയായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയിരുന്നു. അന്ന് നിങ്ങൾ അവരെ വിഷമമുറ്റത്തെ കടക്കുകയായിരുന്നു. ഇനി ലോകമല്ലല്ലോ, നരകമല്ലേ? നടന്നുവരൂ, നടന്നുവരൂ. നീങ്ങിയിരിക്കും. നീ സ്ത്രീയാണ്. പുരുഷന്മാരെ അനുസരിക്കണം, ബഹുമാനിക്കണം. നിന്നെ ഞാൻ അനുസരിപ്പിക്കും. എവിടെയും ഞാനാണ്. എന്തു പറയുന്നു മിസ്റ്റർ? അവരോട് ചോദിക്കൂ. ഞാൻ നിങ്ങളോടാണ് ചോദിച്ചത്. നിങ്ങളെന്താണ് ചിരിക്കുന്നത്? അല്ല, ഒരു മഹാസാമ്രാജ്യത്തിന്റെ ഏകാധിപതിയായ നിങ്ങൾക്ക്, ലോകരാഷ്ട്രങ്ങളുടെ നേതാവായ നിങ്ങൾക്ക്, ഒരു നൂറ്റാണ്ടിന്റെ മഹാനായ നിങ്ങൾക്ക് ഈ ചെറിയൊരു സ്ഥലത്ത്
രണ്ട് സഹജീവികളുടെ കൂടെ മര്യാദക്കും നടക്കാനും ഇരിക്കാനും അറിയാൻ പറ്റിയിട്ടുണ്ടോ എന്ന് ചിരിച്ചതാണ്. ഓ, എനിക്ക് ദേഷ്യം വരുന്നു. സാരമില്ല, അത് നിങ്ങളുടെ പഴയ സ്വഭാവമാണ്. ആട്ടെ, നിങ്ങളുടെ സാമൂഹ്യ തത്വശാസ്ത്രം എന്തായിരുന്നു? അങ്ങനെ ചോദിക്കൂ. അപ്പോൾ നിങ്ങൾ എന്നെ നേതാവായി അംഗീകരിക്കാൻ പോവുകയാണ് അല്ലേ? അത് വിസ്തരിച്ചു പറഞ്ഞേയോ? വേണ്ട, മറ്റു വാക്യം മതി. സഹവർത്തിത്വം. സഹവർത്തിത്വം തന്നെ. പഞ്ചശീലം. പഞ്ചശീലം. സഹോദരി ഉറച്ചിരുന്നോളൂ. ഇരുന്നോ. എന്നാലും എന്റെ നേതൃത്വം നിങ്ങൾ അംഗീകരിച്ചാൽ അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യും? സംശയമുണ്ടോ? എന്ത് സഹിക്കും? സഹിക്കണമല്ലോ. ആണോ? അതിനുവേണ്ടി രക്തസാക്ഷിയായവനാണ് ഞാൻ. സംശയമുണ്ടോ? ഇത് കണ്ടോ? ഇതെന്താണെന്ന് മനസ്സിലായോ? ഒരു മുറിപ്പാടാണ്. അതെ, ഒരു ഘാതകന്റെ വെടിയുണ്ട കയറി ഇറങ്ങിയതാണ്. എന്റെ മഹത്വത്തിന് മകുടം ചാർത്തിയ രക്തമുദ്രയാണിത്. അല്ല. അല്ലേ? അല്ല, നിങ്ങൾ മഹത്വത്തിന്റെ രക്തസാക്ഷിയല്ല. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഞാനാണ് വിളിച്ചത്. നോൺസെൻസ്. എന്റെ മിശ്രവിവാഹ സിദ്ധാന്തം നിയമരൂപത്തിൽ വന്നതിൽ പ്രതിഷേധിച്ച് നിങ്ങൾ എന്നെ വെടിവെച്ചതല്ലേ? പിന്നെ നിങ്ങൾ എന്നെ വെടിവെച്ചത്? എന്നാലും ഞാൻ രക്തസാക്ഷിയാണ് അല്ലേ മിസ്റ്റർ അരിസ്റ്റോ? തീർച്ചയായും എന്റെ രണ്ടാമത്തെ പട്ടിയുടെ രണ്ട് രക്തസാക്ഷികൾ നിങ്ങളുമായി പരിചയപ്പെട്ടത് മുതൽ എനിക്ക് ആ ജന്തുവിനോടുള്ള ബഹുമാനം വർദ്ധിച്ചു വരികയാണ്. ഇദ്ദേഹം മരിച്ചുവീണതോടെ മൂന്ന് രക്തസാക്ഷികൾ. നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? പറയാൻ കൊള്ളുന്നെങ്കിലും മരിക്കാൻ കൊള്ളുമല്ലോ. നിങ്ങളും രക്തസാക്ഷി തന്നെ. മഹാരോഗത്തിന്റെ 4 രക്തസാക്ഷികൾ. പക്ഷേ 10 ലക്ഷം സഹജീവികളുടെ മനുഷ്യരുടെ സാന്നിധ്യത്തിലുള്ള ഒരു യാത്രയായപ്പോൾ ശവസംസ്കാരം എനിക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. നിങ്ങൾ എന്താണ് നോക്കുന്നത്? ഞാൻ മറ്റൊരു ശവസംസ്കാരം കാണുകയായിരുന്നു. 10 ലക്ഷം ജീവികളുടെ സാന്നിധ്യത്തിലല്ല, 1 കോടി ജീവികളുടെ സാന്നിധ്യത്തിൽ. 50 ലക്ഷം ചെറിയ ഉറുമ്പ്, 10 ലക്ഷം വലിയ ഉറുമ്പ്, 40 ലക്ഷം കിട്ടുകൾ, ഇവരെല്ലാവരും ആ ശവസംസ്കാരം നടത്തുകയാണ്. ആ പട്ടിയുടെ മാനുഷിക മൂല്യങ്ങളുടെ മുഖത്ത് കാണിച്ചു തുപ്പുന്ന സൈക്കോ മൂല്യങ്ങൾ, മാനുഷിക മൂല്യം. ലോകാരാധ്യനായ അലിയോ മഹാത്മാവേ, താങ്കൾ അവകാശപ്പെടുന്ന മൂല്യത്തിന്റെ പേര് പറയാം. ഞാനൊരു നിഷ്കളങ്കനാണ്. ഞാൻ നിത്യബ്രഹ്മചാരിയാണ്. എന്റെ ലൈംഗിക സദാചാര ബോധത്തിന്റെ തെളിവാണ്. ഞാൻ 30 വർഷം മുമ്പ് എന്റെ വീട് തൊഴിലിൽ താമസിക്കുന്നുണ്ടോ? ഓർക്കുന്നു. അന്ന് ഞാനൊരു രാഷ്ട്രീയ അഭയാർത്ഥിയായിരുന്നു. അതൊരു രാഷ്ട്രീയ സംരംഭമായിരുന്നു. ഒരു ആത്മീയ സംരംഭമാണ്. ആ ദിവസങ്ങളിൽ നിങ്ങൾ എന്റെ ആദ്യത്തെ കുട്ടിയുടെ അച്ഛനായി ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നു. ഡോളി എന്നല്ലേ നിങ്ങളുടെ പേര്? അതെ.
സ്ത്രീ ഹൃദയം എത്ര കഠിനം. പുരുഷ ഹൃദയം അത് ഒരു മഹാത്മാവിന്റെ ഹൃദയം. ഓ, നിങ്ങൾ എന്നെ നശിപ്പിക്കുകയാണ്. അല്ല സുഹൃത്തെ, നിങ്ങൾ നിങ്ങളായി തീരുകയാണ്. ആട്ടെ, ആ കുട്ടി ഇപ്പൊ എവിടെയുണ്ടെന്നറിയാം? അറിയില്ല. ഇവനോ? അതെ, എന്റെ മകനോ? അതെ, നൈഷ്ഠിക ബ്രഹ്മചാരിയായ ഒരു മഹാത്മാവിന്റെ മകൻ. എന്റെ മകൻ? എന്റെ മകൻ എന്നെ വെടിവെച്ചു. രക്തസാക്ഷിയാണ്. ഓ, ഞാൻ ഓർക്കുന്നു, ഒരു അനാഥാലയത്തിൽ ആരുമില്ലാതെ വളർന്ന് തീവണ്ടി ഓഫീസിൽ കൂലിക്കാരനായി കഴിഞ്ഞു. കേട്ടോ അച്ഛൻ, ഞാൻ താങ്കളുടെ വെട്ടിച്ചു വന്നിരുന്നു. താങ്കൾക്ക് വേണ്ടി കൊടി പിടിച്ചിട്ടില്ല. ഓ, ഞാൻ വ്യസനി. ഞാനാണ് വന്നിരിക്കുന്നത്. എനിക്ക് വ്യസനമേ ഇല്ല. എന്നിട്ട് അങ്ങനെ അനധിതിന് ഞാനൊരു മോട്ടോർ ഡ്രൈവർ. ഇദ്ദേഹത്തിന്റെ സെക്രട്ടറി മതി. എനിക്ക് ഈ കഥകളൊന്നും കേൾക്കണ്ട. നിങ്ങൾ എല്ലാവരും കൂടി എന്റെ മഹത്വം ഇല്ലാതാക്കുകയാണ്. അല്ല സുഹൃത്തെ, നിങ്ങൾ നിങ്ങളായി തീരുകയാണ്. നാം എല്ലാം അനന്തമായ പ്രവാഹത്തിൽ ഒഴുകി നടക്കുന്ന ഓരോ ജീവിത ബിന്ദുക്കളാണ്. പല പല അജ്ഞാത മേഖലകളിൽ കൂടി നാം അലഞ്ഞിട്ട് ഇപ്പോഴും അലഞ്ഞിരിക്കും. നമ്മുടെ ജീവിതം അവസാനിച്ചില്ലേ? ജീവിതത്തിന് അവസാനമേ ഇല്ല. അത് അത്യന്ത വിഹീനമായ ഒരു വലിയ ഓ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്കും കാര്യമായൊന്നും മനസ്സിലായിട്ടില്ല. ഈ മനസ്സിലാവാത്തത് പിന്നെ സംസാരിക്കുന്നതിനാണൊക്കെ മനസ്സിലാവാത്തതല്ലേ നാം കൂടുതൽ സംസാരിക്കാറ്. ഉദാഹരണമാണ് ദൈവം. നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ദൈവത്തെ കുറിച്ചാണ്. കഷ്ടം. എനിക്ക് മരിക്കണ്ടേ? നിങ്ങൾ മരിച്ചില്ലായിരുന്നുവെങ്കിലും 3 ദിവസത്തിനകം മരിക്കുമായിരുന്നു. എങ്ങനെ? ഈ സ്ത്രീയിൽ നിന്നും പണ്ട് പകർന്ന മഹാരോഗമാണ്. 30 വർഷം കൊണ്ട് അത് നിങ്ങളുടെ തലച്ചോറിലെത്തി. ഒന്നുകൂടി കൊല്ലാം. എന്റെ അച്ഛനാണെന്ന് അറിഞ്ഞുകൊണ്ട് എന്നെ രക്ഷിക്കണം. വീരത്വം മഹാത്മാവിന്റെ ലക്ഷണമെന്ന ഇവിടെ ഞാൻ മഹാനല്ല. മഹാനാവാൻ നിങ്ങളൊരു അവസരം ഉണ്ടാക്കി തരും. ഇത് സത്യലോകമാണ്. മറച്ചു നിൽക്കാതെ കുത്തി കീറുന്ന മകനെ, ഇയാളെടുത്ത് പെടലിനെ കാണണം. എന്താടാ? പറ്റുന്നില്ല. ബുദ്ധിമുട്ടുണ്ട. നിങ്ങൾക്ക് ശരീരമില്ല, വികാരമേ ഉള്ളൂ. നമ്മൾ മരിച്ചവരാണല്ലോ അല്ലേ? അത് ഞാൻ മറന്നുപോയി. ആട്ടെ, അല്പം മുമ്പ് നിങ്ങൾ ചോദിച്ചല്ലോ തിളയ്ക്കുന്ന വൈതരണിയെ പറ്റിയും കാലദൂതന്മാരെ പറ്റിയും ചുട്ടുപഴുത്ത ലോഹപ്പത്തിനെ പറ്റിയും. പേടിക്കണ്ട, പേടിക്കണ്ട. അതെല്ലാം നിങ്ങൾ തന്നെയാണ്. ഇത് നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കാൻ, നിങ്ങൾക്ക് വേണ്ട സഹായം ചെയ്യുവാനുമാണ് എന്നെ ഇവിടെ നിയമിച്ചത്. താങ്കളുടെ പേര്? അരിസ്റ്റോട്ടിൽ. അരിസ്റ്റോട്ടിൽ. എന്താ അറിയുമോ? പ്രാചീന യവന തത്വജ്ഞാനിയായ അരിസ്റ്റോട്ടിൽ. ഞാൻ യവനനാണ്. പ്രാചീന ഏതൻസിലാണ് ജനിച്ചത്. അങ്ങ് ലോക ഗുരുക്കന്മാരിൽ ഒരാളാണ്. ആണോ? സംശയം. അങ്ങയെപ്പറ്റി ഞാൻ എന്റെ ഗ്രന്ഥങ്ങൾ മുക്തകണ്ഠമായിട്ടിരിക്കും. അങ്ങനെ ആവശ്യമില്ലാത്തത് പലതും നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ആവശ്യമില്ല. തീർച്ചയായും നിങ്ങൾ ഈ പറയുന്ന ഈ ഞാൻ പണ്ട് ഏതനുസരിച്ച് ജീവിച്ചിരുന്ന കാലത്ത് എന്റെ സമകാലീനരായ മഹാത്മാക്കളൊക്കെ എന്നെ അർച്ചിട്ടേ ഉള്ളൂ, വെറുത്തിട്ടേ ഉള്ളൂ, നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മഹാന്മാരല്ലേ? എന്ത് തോന്നുന്നു? പക്ഷേ ലോകം അത് സമ്മതിക്കുന്നില്ലല്ലോ സാർ. അത് അവർക്കൊരു ആവശ്യമാണ്. എവിടെയെങ്കിലും ഒന്ന് ചാരാം. വിശ്വാസം മനുഷ്യന്റെ ഒന്നുകൂടിയാണ്. ഓ, എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല. നിനക്കെന്ത് വേണം? നിങ്ങൾ എന്താണ് എന്നെ ശ്രമിക്കാത്തത്? ഓ, ഗൗരവമുള്ള ഒരു കാര്യം സംസാരിക്കുമ്പോൾ ഒരു ശ്രദ്ധ. എന്നാൽ ഇനി അറിഞ്ഞുകൊണ്ട് ശ്രമിക്കൂ. ശ്രദ്ധിച്ചാൽ മാത്രം പോരെ. ശ്രദ്ധിച്ചാൽ മാത്രം പോരാ. പിന്നെ എന്നെ സ്നേഹിക്കണം. ഛെ, നാശമേ. ഇത് ചെവി അറിയാതെയാണെങ്കിലും ഒരിക്കൽ നിന്നെ സ്നേഹിച്ചതുകൊണ്ടാണ് എന്റെ സകല മഹത്വവും ഇല്ലാതായത്. എന്നാൽ പിന്നെ എല്ലാവരും അറിഞ്ഞുകൊണ്ട് സ്നേഹിക്കൂ. അങ്ങനെ പറഞ്ഞു കൊടുക്കോ? ഇതേ നഷ്ടപ്പെടാനൊന്നും ഇല്ലല്ലോ. മനസ്സില്ല. എന്നാൽ ഞാൻ സ്നേഹിക്കും. മഹാഭാവി, നീ മകനല്ലേ? എന്താ മകൻ സ്നേഹിക്കുന്നത്? നരകം. അതെ, ഇത് ശുദ്ധമായ സ്ഥലമാണ്. ഇവിടെ സ്നേഹം പരിശുദ്ധമാണ്.
തരംതിരിച്ച് വ്യാഖ്യാനിക്കാത്തതാണ്. എന്നാ നമുക്ക് സ്നേഹിക്കാം. അങ്ങനെ പറയൂ. എന്ന് പറയുന്നു കുഞ്ഞേ. ഞാൻ എപ്പോഴേ സ്നേഹിച്ചു കഴിഞ്ഞു. നിങ്ങളൊരു മഹാത്മാവാണ്, ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. ഇവനോ ഈ കൊലപാതകി മഹത്വം? എനിക്ക് നിങ്ങളുടെ രണ്ടുപേരുടെയും സർട്ടിഫിക്കറ്റ് ഒരുപോലെയാണ്. അതാണ് നിങ്ങളുടെ മഹത്വത്തിന്റെ ലക്ഷണം. അപ്പോ ഞാൻ ആരുമല്ല. എനിക്കൊന്ന് ഇരിക്കണം. എനിക്കൊന്ന് ഇരിക്കണം. എനിക്ക് മൂന്നാമത്തിരിക്കാൻ അത് തന്നെ വരണം. താങ്കൾ നിന്ന് ക്ഷണിച്ചല്ലോ. അതിൽ സ്ഥലമില്ലെന്നല്ലേ പറഞ്ഞത്? എനിക്കും ഈ സ്ത്രീക്ക് നിൽക്കാനുള്ള സ്ഥലമേ അതിലുള്ളൂ. താങ്കൾ അവിടെ ഞങ്ങൾ ഇരിക്കാം. എടാ എടാ കുഞ്ഞെ, ഞങ്ങളെ കൂടി ഒന്ന് ഇരുത്തടാ. ഒരു ഇരിക്കൂ. ഈ പീഠം വലുതായില്ലേ? വീടും വലുതായിട്ടല്ല, നിങ്ങൾ ചെറുതായിട്ടാണ്. വളരെ വലുതായി. വീടും വലുതായിട്ടല്ല, ഞാൻ ചെറുതായി. തീർച്ചയായും 60 വർഷം കൊണ്ട് അഖിലാധിപതിയായി വളർന്ന ഞാൻ അരമണിക്കൂർ കൊണ്ട് 3 പേരെടുത്തൊരു ചെറിയ സ്ഥലത്തിൽ മാത്രം ഇരിക്കാൻ ചെറുതായി. ഇപ്പം എനിക്ക് കൊല്ലാൻ തോന്നി. എനിക്കും ഒന്നും തോന്നുന്നില്ല. ഞാൻ പിന്നെയും പിന്നെയും ചെറുതാകുന്നത് പോലെ തോന്നി. അതെ, ഇനിയും ചെറുതാകും. അങ്ങനെ ചുരുങ്ങി ചുരുങ്ങി ഇല്ലാതാകും. അല്ല, വളരെ വലുതാകും. ആ, അതിന് എത്ര സമയമെടുക്കും? ഇപ്പൊ സമയം എന്തായി? അയ്യോ, വാച്ച് നടക്കണില്ല. ഈ വെക്കൂ. വാച്ച് നടക്കുന്നുണ്ട്, പക്ഷേ സമയം കാണിക്കുന്നു. അതേ ശിരോമണി, ഇത് സത്യലോകമാണ്. ശുദ്ധ പ്രപഞ്ചം, അപാരത. ഇവിടെ സ്ഥലകാലങ്ങളില്ല. ഉള്ളോ? ഇന്ന് ഇവിടെ എന്തുണ്ട്? അന്ത്യവേഗത്തിൽ പാഞ്ഞുകൊണ്ടിരിക്കുന്ന ചൈതന്യധാര. നമ്മുടെ ജീവിതം അവസാനിച്ചില്ലേ? എനിക്ക് ജീവിച്ചിരുന്ന സ്ഥലം എന്റെ സ്മാരക മന്ദിരം പണിയാൻ, എന്റെ ശവസംസ്കാരമൊക്കെ കഴിഞ്ഞ് എന്റെ സ്മാരക മന്ദിരം പണിയാൻ അവർ ആലോചിക്കുകയാണ്. അതിന്റെ തന്നെ ശവസംസ്കാരം എന്നോ കഴിഞ്ഞു. ഏതിന്റെ? നാം നോക്കൂ, ആ കാണുന്നു, മനസ്സിലായോ? ഭയങ്കരം. അതെന്താ മനുഷ്യ? നാം ജീവിച്ചിരുന്ന ഭൂലോകം. ഭൂലോകം? അതൊരു മരുഭൂമിയല്ലേ? അതെ, അതാണ് നാം ജീവിച്ച ഭൂലോകം. ജീവജാലങ്ങളെല്ലാം നശിച്ച് സമുദ്രങ്ങൾ വറ്റു വരണ്ട് പ്രാണവായുവും അന്തരീക്ഷവും പതറിത്തെറിച്ച് ഒരു ജഡപിണ്ഡമായ ഭൂലോകം. നാം അവിടെ നിന്ന് പോന്നിട്ട് യുഗകോടികൾ കഴിഞ്ഞു. ഈശ്വരാ, ഭഗവാനേ, മൈ ഗോഡ്. യെസ്, അവിടെ എന്റെ സ്മാരക മന്ദിരം നിന്നിരുന്ന സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞത്? എവിടെ? അവിടെ അതെവിടെ?